പല്ല് വെക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പം പല്ല് നഷ്ടപ്പെടണം. പല്ല് നഷ്ടപ്പെട്ടു പോവുക ഏതർ അവർക്കൊരു ഏജ്ഡ് ആയിട്ട് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് പെരിയോ കോംപ്രമൈസ്ഡായിട്ടും. അപ്പോൾ നമുക്ക് എന്തെല്ലാം സാധ്യതകളാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പല്ല് വെച്ച് കൊടുക്കാനുള്ള ഒരു സാധ്യതകളൊന്ന് പറയാമോ? മെയിനായിട്ടും റിമൂവൽ ആൻഡ് ഫിക്സ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് റിമൂവൽ എന്ന് പറയുമ്പോൾ രാത്രിയാകുമ്പോൾ പേഷ്യൻസിന് ഊരി മാറ്റാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഊരി മാറ്റാൻ പറ്റുന്നത്. ഫിക്സ്ഡ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിനെ കൊണ്ട് ഊരി മാറ്റാൻ പറ്റാത്തത്. ഇനിയിപ്പോൾ ഇതിന് രണ്ടിന് ഇടയിലൊരു കാറ്റഗറി ഫിക്സഡ് റിമൂവൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് നമുക്കെപ്പോഴും പേഷ്യൻസിന് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഫിക്സഡ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ പറയുന്നത് ഇംപ്ലാൻസ് ഒക്കെയാണ് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് എത്രത്തോളം ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ്, ഒരു പ്രമേഹ രോഗിക്ക് ഈ ഒരു ഇംപ്ലാൻസ് എത്രത്തോളം ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. അതായത് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് ഒരിക്കലും ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ, അതൊന്ന് ഡോക്ടർക്കൊന്ന് പറയാം. ഇപ്പോൾ 2012 തൊട്ട് നമ്മൾ ആർട്ടിക്കിൾസൊക്കെ ചെക്ക് ചെയ്ത് വരുമ്പോൾ ശരിക്കും ഇംപ്ലാൻസ് പ്രമേഹ രോഗികൾക്ക് റിലേറ്റീവ് കോൺട്രാൻഡിക്കേഷൻ ആയിട്ടാണ് പറയുന്നത്. അതായത് അവർക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല പറയുന്നത്, എന്നിരുന്നാലും ഒരു കോൺട്രാൻഡിക്കേഷൻ, അതായത് അവർക്ക് അഡ്വൈസബിൾ അല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിന് കാരണം പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ഇംപ്ലാന്റ് വെക്കുന്ന ഡയബറ്റിക് പേഷ്യൻസിന് ഇംപ്ലാന്റിന് ചുറ്റുമുള്ള ബോൺ ലോസ് കൂടുതലാണ്. അതായത് എല്ലുകൾക്ക് അധികം ഉറപ്പില്ലാത്തത് കൊണ്ടും അവരുടെ ഹീലിംഗ് വീക്കർ ആയതുകൊണ്ടും അവരുടെ എല്ലുകൾക്ക് ചുറ്റുമുള്ള ഇംപ്ലാന്റിന് ചുറ്റുമുള്ള എല്ലുകളുടെ ഗ്രോത്ത് കുറവാണെന്നുള്ളതാണ് 2012-2016 ആർട്ടിക്കിൾസൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾക്ക് ന്യൂവർ ആയിട്ട് ഒരുപാട് ഇംപ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് ഇംപ്ലാന്റ്സിൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ പല്ല് വെക്കുന്നതിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2016 കമ്പയർ ചെയ്യുമ്പോൾ ഇംപ്ലാന്റ് വെക്കുന്നത് ഒരിക്കലും ഒരു കോൺട്രാൻഡിക്കേഷൻ അല്ല. പക്ഷേ ഇത് പ്രോബ്ലം ഇസ് ഏതൊരു സർജറിയെ പോലെ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റെ ഇമ്മ്യൂണിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നതാണ്, ഹീലിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതൊരു സർജറിക്കുമുള്ള പ്രിക്കോഷൻ എടുക്കുന്നത് പോലെ തന്നെ ഡയബറ്റീസ് കൺട്രോൾഡ് ആവണം. അത് അവരുടെ ഫിസിഷ്യനെ കാണിച്ച് അത് കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇംപ്ലാന്റ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇംപ്ലാന്റ്സ് ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇംപ്ലാന്റ്സ് റെക്കമെൻഡ് ചെയ്യുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് റെക്കമെൻഡഡ് ആണെന്ന് വേണം പറയാൻ. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻറ്റിന് നമുക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നതുകൊണ്ട്, അതായത് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ? ആക്ച്വലി ഇംപ്ലാന്റ് ചെയ്യുന്നത് കൊണ്ട് ഓക്കെ എന്നുള്ളത് മാത്രമല്ല, പല്ല് വെക്കുക എന്നുള്ളത് ശരിക്കും അവർക്ക് നിർബന്ധമാണ്. കാരണം ഭക്ഷണം നന്നായിട്ട് ചവയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഇൻസുലിൻ്റെ സെക്രീഷൻ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം സമയം നമ്മൾ ചവയ്ക്കുന്നു, എത്രത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചവയ്ക്കുന്നതിനനുസരിച്ച് ഇൻസുലിൻ സെക്രീഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കുറയും കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഇൻഡൈജഷൻ പ്രോബ്ലംസും അതുപോലെ തന്നെ ബാക്കി ഭക്ഷണങ്ങൾ ബോഡിയിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നതൊക്കെ അതിനനുസരിച്ച് വേരി ചെയ്യും. സോ ഇംപ്ലാന്റ് ആണെങ്കിലും എടുത്തു മാറ്റുന്ന പല്ലാണെങ്കിലും പല്ല് വെക്കുക എന്നുള്ളത് ഡയബറ്റിക് ആണെങ്കിൽ ശരിക്കും മസ്റ്റാണ്, എങ്കിലേ അവർക്ക് ഡയബറ്റീസ് കൺട്രോൾഡ് ആയിട്ട് വരുള്ളൂ. ശരിക്കും പറയുന്നത് ബൈ ഡയറക്ഷണൽ റിലേഷൻഷിപ്പാണ്. അതായത് പല്ലില്ലെങ്കിൽ ഷുഗർ കൺട്രോൾഡ് ആവില്ല, ഷുഗർ കൺട്രോൾഡ് ആവാതിരിക്കുമ്പോൾ പല്ല് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടൊരു സൈക്കിളാണ്. അത് നമുക്കപ്പം എങ്ങനെയെങ്കിലും, അതായത് ഇംപ്ലാന്റ് അല്ലെങ്കിലും അതർ മെത്തേഡ്സിലൂടെ ആണെങ്കിലും പല്ല് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ എടുത്തു മാറ്റുന്ന പല്ലുകൾ, ഇപ്പോൾ സെറ്റ് പല്ലുകളൊക്കെ വെക്കുന്ന സെനാരിയോ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ് പല്ലുകൾക്ക് ഒരിക്കലും ഇംപ്ലാന്റ് തരുന്ന അത്രയും ഫോഴ്സ് തരാൻ പറ്റില്ല. ശരിക്കും പറയുകയാണെങ്കിൽ 1/10, അതിൽ 10% മാത്രമേ എടുത്തു മാറ്റുന്ന പല്ലുകൾക്ക് ഫോഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഇംപ്ലാന്റ് ഫങ്ഷൻ ചെയ്യുന്ന അത്രയും ഇതിൽ സെറ്റ് പല്ലുകൾക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ സെറ്റ് പല്ലുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള വേറൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ഉള്ളവർക്ക് മോണയുടെ കട്ടി കുറയും. സോ അത് സെറ്റ് പല്ല് ഉപയോഗിക്കുമ്പോൾ മോണവേദന ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലുകൾക്ക് പൊതുവെ കട്ടി കുറവായതുകൊണ്ട് ഈ സെറ്റ് പല്ല് പോയിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും മോണയുടെ എല്ലിൻ്റെയും ഭാഗമാണ്, അത് താഴ്ന്നു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്.